ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പോളിമോർഫിസം. എന്താണ് പോളിമോർഫിസം? മെത്തേഡ് ഓവർ റൈഡിംഗ് യൂസ് ചെയ്ത് എങ്ങനെയാണ് പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുക? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് കൺസെപ്റ്റ്സും എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോളിമോർഫിസം എന്ന വാക്കിന്റെ അർത്ഥം മെനി ഫോംസ് എന്നാണ്. പോളി അതുപോലെ മോർഫ്, ഇങ്ങനെ രണ്ട് ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് പോളിമോർഫിസം എന്ന വാക്കുണ്ടായത്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നും മോർഫ് എന്ന് പറഞ്ഞാൽ ഫോംസ് എന്നുമാണ് അർത്ഥം. ഇനി എന്താണ് പോളിമോർഫിസം? ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഉണ്ട് എന്ന് കരുതുക. അതിലേക്ക് എ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ സി എന്ന് പറയുന്ന ടൈപ്പിലുള്ള വേറൊരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നു. നമ്മൾ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ടൈപ്പ് അനുസരിച്ച് ഈ ഫംഗ്ഷനെ വേറെ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ നമുക്ക് പോളിമോർഫിസം എന്ന് പറയാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കാറ്, ബൈസിക്കിൾ, എയറോപ്ലെയിൻ, അങ്ങനെ 3 ഒബ്ജക്റ്റ് ഉണ്ട്. കാറ് റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്നു. ബൈസിക്കിൾ ആണെങ്കിൽ പെഡൽ ചെയ്താൽ പോകുന്നു. അതേസമയം എയറോപ്ലെയിൻ ആണെങ്കിലോ ആകാശത്തൂടെ പറന്നു പോവുക ചെയ്യാം. ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ആക്ഷനാണ് മൂവ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇനി മൂവ് എന്നത് ഒരു ഫംഗ്ഷൻ ആണെങ്കിലോ ആ ഫംഗ്ഷനകത്തേക്ക് കാർ എന്നൊരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുമ്പോൾ അത് ഡ്രൈവ് ചെയ്തു പോകാനുള്ള കഴിവുണ്ട്. അതേസമയം മൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് ബൈസിക്കിളിന്റെ ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കൊടുത്താൽ അതിനെ പെഡൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. എയറോപ്ലെയിൻ ആണ് മൂവിലേക്ക് പാസ് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ആ എയറോപ്ലെയിന് ആകാശത്തൂടെ പറത്തിക്കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ മൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിലേക്ക് പാസ് ചെയ്യുന്ന കാറ് അല്ലെങ്കിൽ ബൈസിക്കിൾ അല്ലെങ്കിൽ എയറോപ്ലെയിൻ ഇതനുസരിച്ച് പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുക? മെത്തേഡ് ഓവർ റൈഡിംഗ്, ഡക്ക് ടൈപ്പിംഗ്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, അബ്സ്ട്രാക്ട് ക്ലാസസ്, ഫംഗ്ഷൻ ഓവർലോഡിംഗ്, ഇതൊക്കെയാണ് പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പല രീതികൾ. നമ്മൾ എഴുതാൻ പോകുന്ന സാമ്പിൾ കോഡിന്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരന്റ് ക്ലാസ്സിൽ നിന്നും റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ അങ്ങനെ 3 സബ് ക്ലാസ്സുകളെ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഓരോ ഷേപ്പിൻ്റെയും പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർമുല കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സ്ക്രീനിൽ ഷേപ്പ് എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൽ ഒരു ഫംഗ്ഷനാണ് ആകെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനെ പെരിമീറ്റർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിലൊരു കോഡും എഴുതിയിട്ടില്ല, പ്രത്യേകിച്ച് ഫംഗ്ഷനാലിറ്റി എഴുതിയിട്ടില്ല. അതുകൊണ്ട് പാസ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിരിക്കുന്നു. ബേസിക്കലി ഷേപ്പ് എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്സിൽ പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു എംപ്റ്റി ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അടുത്തതായി സർക്കിൾ എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കാണാം. അത് ഷേപ്പിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന വേറൊരു സബ് ക്ലാസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കാണാം. അതിന് താഴെ ട്രയാങ്കിൾ എന്ന് പറയുന്ന സബ് ക്ലാസും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ സർക്കിളിനകത്ത് ഒരു കൺസ്ട്രക്ടർ ഇനിറ്റ് മെത്തേഡ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാരാമീറ്ററെ പാസ് ചെയ്യുന്നുള്ളൂ, അതാണ് റേഡിയസ്. സർക്കിളിൻ്റെ റേഡിയസ് പാസ് ചെയ്യുന്നു. അത് റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ സർക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് റേഡിയസ് പാസ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് റേഡിയസ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ക്ലാസ്സിലും പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തും പെരിമീറ്റർ എന്ന് പറയുന്ന മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് സർക്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 × π 3.14 × റേഡിയസ്. ഈ പെരിമീറ്റർ എന്ന് പറയുന്ന മെത്തേഡിന് വിളിച്ചു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് ആ റിസൾട്ട് റിട്ടേൺ ചെയ്യും. രണ്ടാമത്തെ സബ് ക്ലാസ്സാണ് റെക്റ്റാങ്കിൾ. അതും ഷേപ്പിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. റെക്റ്റാങ്കിളിന് 2 സൈഡാണുള്ളത്, ലെങ്ത്തും വിഡ്ത്തും. ആ 2 വാല്യൂസും പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ 2 പാരാമീറ്റേഴ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ റെക്റ്റാങ്കിളിനകത്തും പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നത്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2 × ലെങ്ത്ത് + വിഡ്ത്ത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് പെരിമീറ്റർ എന്ന് വിളിച്ചാൽ ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് ആ റിസൾട്ട് റിട്ടേൺ ചെയ്യും. മൂന്നാമത്തെ സബ് ക്ലാസ്സാണ് ട്രയാങ്കിൾ. അതും ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷേപ്പിൽ നിന്നാണ്. ഒരു ട്രയാങ്കിളിന് 3 സൈഡാണുള്ളത്. അതിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സൈഡ് 1ഉം സൈഡ് 2ഉം സൈഡ് 3ഉം ഇങ്ങോട്ട് പാസ് ചെയ്തിരിക്കുന്നു. ട്രയാങ്കിളിനകത്തും പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അവിടെ സൈഡ് 1 + സൈഡ് 2 + സൈഡ് 3. ട്രയാങ്കിളിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് പെരിമീറ്റർ വിളിച്ചാൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് ആ റിസൾട്ട് റിട്ടേൺ ചെയ്യും. അതിൻ്റെ താഴെ പ്രിന്റ് പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തത് കാണാം. അത് എല്ലാ ക്ലാസ്സിൻ്റെയും പുറത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ്സിൻ്റെയും ഭാഗമല്ല പ്രിന്റ് പെരിമീറ്റർ. പ്രിന്റ് പെരിമീറ്ററിലെ ഒരു പാരാമീറ്റർ മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. പേര് ഷേപ്പ് എന്നാണ്. ഷേപ്പ് എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്സിൻ്റെയോ അതല്ലെങ്കിൽ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ ഈ ഏതെങ്കിലും സബ് ക്ലാസ്സിൻ്റെയോ
ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയുന്ന പാരാമീറ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ. അതിനുശേഷം നമ്മളൊരു പ്രിന്റ് ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് ദ പെരിമീറ്റർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഷേപ്പ് ഡോട്ട് പെരിമീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നു. ഈ ഷേപ്പ് എന്ന് പറയുന്ന പാരാമീറ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഒന്നെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്ന ബേസ് ക്ലാസിൻ്റെ, അതല്ലെങ്കിൽ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്ന ഏതെങ്കിലും സബ് ക്ലാസിൻ്റെയോ ഒബ്ജക്റ്റാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ക്ലാസ്സുകളിലെല്ലാം പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷേപ്പ് ഡോട്ട് പെരിമീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കോഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു നോക്കാം. ആദ്യം സർക്കിൾ സബ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് 5 ആണ് വാല്യൂ പാസ് ചെയ്തിരിക്കുന്നത്. സർക്കിൾ ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സർക്കിളിലെ കൺസ്ട്രക്ടറിനകത്ത് ഒരു വാല്യൂ അല്ലേ ഉള്ളൂ. സർക്കിളിൻ്റെ റേഡിയസ് ആയി 5 സെറ്റ് ചെയ്യും. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ ഓഫ് 3,6. അപ്പോൾ ഈ 3ഉം 6ഉം എങ്ങോട്ടായിരിക്കും പാസ് ചെയ്യുന്നത്? 3ഉം 6ഉം റെക്റ്റാങ്കിളിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത്തിലേക്കും വിഡ്ത്തിലേക്കും പാസ് ചെയ്യുന്നു. മൂന്നാമതായി ട്രയാങ്കിൾ സബ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് 3, 4, 5 അങ്ങനെ 3 വാല്യൂസ് പാസ് ചെയ്യുന്നു. അത് ട്രയാങ്കിളിൻ്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് സൈഡ് 1, സൈഡ് 2, സൈഡ് 3 ഇങ്ങനെ 3 പാരാമീറ്ററിലേക്ക് ഈ വാല്യൂ പാസ് ചെയ്യുന്നു. സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് പാസ് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ ആണെങ്കിലോ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പാസ് ചെയ്യുന്നു. ട്രയാങ്കിൾ ആണെങ്കിൽ 3 സൈഡ് ഉണ്ട്. അതിൻ്റെ 3 സൈഡിൻ്റെയും വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നു. ഇനി പ്രിന്റ് പെരിമീറ്റർ ഫംഗ്ഷനെ വിളിച്ചത് നിങ്ങൾക്ക് കാണാം. പ്രിന്റ് പെരിമീറ്റർ ഫംഗ്ഷനെ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഈ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും അതിലേക്ക് ഡിഫറൻറ്റ് ഒബ്ജക്റ്റിനെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ സർക്കിൾ എന്ന പാസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ റെക്റ്റാങ്കിൾ എന്നും മൂന്നാമത്തെ പ്രാവശ്യം ട്രയാങ്കിൾ എന്ന പാസ് ചെയ്യുന്നു. ഇവിടെ കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. പ്രിന്റ് പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്ന് പറയാം. ഇവിടെ എന്ത് സംഭവിക്കും? സർക്കിൾ എന്ന ഒബ്ജക്റ്റിനെ ഷേപ്പിലേക്ക് പാസ് ചെയ്യും. അതിനുശേഷം ഷേപ്പ് ഡോട്ട് പെരിമീറ്റർ എക്സിക്യൂട്ട് ചെയ്യാം. പൈത്തൺ കമ്പൈലർ നോക്കും. ഈ ഷേപ്പിനകത്ത് വന്നിരിക്കുന്നത് ഏത് ഒബ്ജക്റ്റാണ്? ഏത് ഒബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്? സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിൾ എന്ന് പറയുന്ന സബ് ക്ലാസ്സിൽ പോയി അതിനകത്ത് പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടോ നോക്കും. സർക്കിളിനകത്ത് പെരിമീറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്ത് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ പ്രിന്റ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുമ്പോഴോ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഒബ്ജക്റ്റിനെ ഷേപ്പിലേക്ക് പാസ് ചെയ്യും. ഷേപ്പ് ഡോട്ട് പെരിമീറ്റർ. പൈത്തൺ കമ്പൈലർ നോക്കും. ഓക്കെ, ഇത് ഏതിൻ്റെ ഒബ്ജക്റ്റാണ്? റെക്റ്റാങ്കിളിൻ്റെ. അപ്പോൾ റെക്റ്റാങ്കിളിനകത്തെ പെരിമീറ്ററിനെ കോൾ ചെയ്യും. അതുപോലെ തന്നെ ട്രയാങ്കിളിനും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ പ്രിൻറ്റ് ചെയ്തു. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രിന്റ് പെരിമീറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഈ പ്രിന്റ് പെരിമീറ്ററിനകത്തേക്ക് സർക്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഈ 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സബ് ക്ലാസ്സുകളുടെ ഒബ്ജക്റ്റാണ് പാസ് ചെയ്തത്. ഈ പ്രിന്റ് പെരിമീറ്റർ അതിനകത്തേക്ക് പാസ് ചെയ്യുന്ന ഏത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണോ ആ ക്ലാസ്സിൽ പോയി അതിൽ നിന്നുമുള്ള മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പ്രിന്റ് പെരിമീറ്റർ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ നമ്മൾ കാണുന്ന ബിഹേവിയറിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആകെ പ്രിന്റ് പെരിമീറ്ററിനെ വിളിക്കുന്നു, അത്രേ കാണുന്നുള്ളൂ. അല്ലാതെ അത് സർക്കിളിൽ പോയി ചെയ്യണമെന്നോ അതല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ പോകണമെന്നോ അത് ഏത് ക്ലാസ്സിൽ പോകണം എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നമ്മൾ പ്രിന്റ് പെരിമീറ്ററിനെ വിളിക്കുന്ന സമയത്ത് അതിലേക്ക് പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കി ആ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡിനെ വിളിക്കാൻ പ്രിന്റ് പെരിമീറ്ററിനെ കഴിയുന്നു. ഇങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്ത് പോളിമോർഫിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്താണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഷേപ്പ് എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്സിനകത്ത് പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. സർക്കിൾ എന്ന് പറയുന്ന സബ് ക്ലാസ്സിലും പെരിമീറ്റർ മെത്തേഡുണ്ട്. അപ്പോൾ ഷേപ്പിലുള്ള പെരിമീറ്ററിനെ സർക്കിളിലുള്ള പെരിമീറ്റർ ഓവർ റൈഡ് ചെയ്യുന്നു. അതുപോലെ ഷേപ്പിലുള്ള പെരിമീറ്ററിനെ റെക്റ്റാങ്കിളിലുള്ള പെരിമീറ്റർ ഓവർ റൈഡ് ചെയ്യുന്നു. അപ്പോൾ 3 സബ് ക്ലാസ്സുകളിലെ സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ഈ 3 സബ് ക്ലാസ്സുകളിലെയും പെരിമീറ്റർ ഫംഗ്ഷനിലേക്കുള്ള ഇൻ്റർഫേസ് ആണ് പ്രിന്റ് പെരിമീറ്റർ എന്ന് പറയുന്നത്. പ്രിന്റ് പെരിമീറ്ററിനകത്ത് നമ്മൾ സ്പെസിഫിക്കലി ഇഫ് എൽസ് കണ്ടീഷനൊന്നും എഴുതിയിട്ടില്ല. ഇന്ന ടൈപ്പ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ പെരിമീറ്ററിൽ പോകണം, അതല്ലെങ്കിൽ സർക്കിളിൻ്റെ ആണെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ ഇവിടെ പോകണം എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഷേപ്പ് ഡോട്ട് പെരിമീറ്റർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഷേപ്പ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരുന്ന ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ആ ക്ലാസ്സിലെ പെരിമീറ്റർ ഫംഗ്ഷനെ കോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്മാർട്ട്നെസ് പൈത്തൺ കമ്പൈലറിനുണ്ട്. അപ്പോൾ പോളിമോർഫിസം എന്താണെന്നും മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്ത് പോളിമോർഫിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായി. അടുത്ത വീഡിയോകളിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസും എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.